ഹലോ, വെൽക്കം ബാക്ക് ടു സുമോസ് വ്ലോഗ്. ഇന്ന് സുമോസിൽ ഒരു യാത്രാ വിവരണമാണ്. ഒരുപാട് വർഷങ്ങൾ കൊണ്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം ഒരു ഉംറ നിർവഹിക്കുക എന്നുള്ളത്. ആ ഉംറ നിർവഹിക്കാനായി മസ്കത്തിൽ നിന്നും മക്കയിലേക്ക് പോവുകയാണ്. ബസ് വഴിയാണ് യാത്ര. ബസ് യാത്ര എന്ന് പറഞ്ഞ ഒരു ലോങ് യാത്രയാണ്. എന്നിരുന്നാലും ആദ്യത്തെ ഉംറ യാത്ര ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു യാത്ര തിരഞ്ഞെടുത്തത്. നമ്മൾ ഇന്ന് പോകുന്നത് സുന്നി സെൻറ്റർ മസ്കറ്റിൻ്റെ ഒരു ഗ്രൂപ്പിലാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. صدق الله العظيم. ഇവർ രണ്ടുപേരുമാണ് നമ്മളുടെ യാത്രയിലെ കപ്പിത്താന്മാർ. ബസ്സിൻ്റെ ഡ്രൈവർ മുഹമ്മദ്, പിന്നെ കൂട്ടിന് ഒരാളും കൂടി വന്നിട്ടുണ്ട്, ഉമർ എന്നാണ് പേര്. ആൾ മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ഒമാനിയാണ്. ബസ്സിൽ ഇരുന്നതിന് ശേഷം ഞാൻ ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതും ഈ സീറ്റാണ് കേട്ടോ. ഭയങ്കര ഹൈഡ്രോളിക് ആക്ഷനുള്ള സീറ്റ്. അതായത് ഒരു ഗട്ടറിൽ എവിടെ വീണാലും ഡ്രൈവർ ഒന്നും അറിയാൻ പോകുന്നേയില്ല. അത്രയും നല്ലൊരു സംഭവമാണ്. പിന്നെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാനുള്ളത്, നമ്മൾ ഇബ്രി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ പാർസൽ വാങ്ങിച്ചിട്ട് പോകുന്നതായിരിക്കും. ഈ ഇബ്രി കഴിഞ്ഞ് അങ്ങോട്ട് കംപ്ലീറ്റ് മരുഭൂമികളും ചില സ്ഥലങ്ങളിൽ മാത്രമേ ഈ പമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവിടെ നിന്ന് ഫുഡ് കിട്ടാൻ വലിയ പാടാണ്. ഒരുപാട് പേര് ഉണ്ട് ബസ്സിൽ. ഏകദേശം എനിക്ക് തോന്നുന്നു 2500-2600 കിലോമീറ്ററോളം ഓടാനുണ്ട്. 1.5 ദിവസം 2 ദിവസമൊക്കെയാണ് ശരിക്കും യാത്രാ ടൈം പറയുന്നത്. അങ്ങനെ നമ്മൾ ഏറെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഒമാൻ്റെ ബോർഡറെത്തി. ഒമാൻ സൗദി ബോർഡർ. ഒമാൻ്റെ എമിഗ്രേഷനാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് എക്സിറ്റ് അടിക്കണം. ഒമാൻ്റെ എക്സിറ്റ് അടിച്ചതിന് ശേഷം സൗദി ബോർഡറിൽ ഇതേപോലെ എമിഗ്രേഷനും കാര്യങ്ങളും അടുത്ത ബിൽഡിംഗ് ഉണ്ട്. അവിടുന്ന് നമ്മൾ എൻട്രി അടിക്കും. സൗദിയുടെ വിസയൊക്കെ നേരത്തെ എടുത്ത് വെച്ചതുകൊണ്ട് അവിടെ ജസ്റ്റ് പാസ്പോർട്ടിൽ എൻട്രി അടിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ സിസ്റ്റത്തിൽ. നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഒമാൻ്റെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അവിടെ എത്തി നമ്മളെല്ലാവരും നിസ്കാരം കാര്യങ്ങളൊക്കെ തീർത്തു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ തീരാനാവുമ്പോഴാണ് കുറച്ച് ബസ്സുകളൊക്കെ വന്നതും കുറച്ച് തിരക്ക് കൂടിയതും. അങ്ങനെ നമ്മളുടെ വിസ എക്സിറ്റൊക്കെ അടിച്ചതിന് ശേഷം നമ്മളെല്ലാവരും ബസ്സിൽ കയറി വീണ്ടും യാത്ര തുടരുകയാണ്. ഇതാണ് സൗദി ബോർഡർ. വളരെ അടുത്ത് തന്നെയാണ്. അതായത് ഒമാൻ്റെ എമിഗ്രേഷൻ കഴിഞ്ഞ ഉടനെ അവിടെ വെൽക്കം ടു സൗദി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സൗദി എമിഗ്രേഷൻ്റെ ബിൽഡിങ്ങിലെത്തി. ഇവിടെ എല്ലാവരും വെൽക്കം ചെയ്യുന്ന വലിയൊരു ബാനറൊക്കെ വെച്ചിട്ടുണ്ട്, പല ലാംഗ്വേജിലായിട്ട് അതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. കുറച്ച് വിഷമമുള്ള യാത്ര തന്നെയാണ്. എന്നിരുന്നാലും അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യാത്രാ വിവരണങ്ങളൊക്കെ ഇന്ന് തരുന്നത് ഞാനല്ല, നമ്മളുടെ ഗ്രൂപ്പിലുള്ള അമീറായിട്ടുള്ള മുഹമ്മദ് അലി ഫൈസിയാണ്. അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഉംറനെ കുറിച്ചുള്ള വിവരണങ്ങളും മറ്റുമൊക്കെ നമുക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോയിൽ കാണാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതിലൊരുപാട് അറിവുകൾ നമുക്ക് കിട്ടാനുണ്ടാവും. ഇനി ഉംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരുപാട് അറിവുകളുണ്ടാവും. അതെല്ലാം ഈ വീഡിയോയിലൂടെ നമ്മുടെ മുഹമ്മദ് അലി ഫൈസി വിവരിക്കുന്നുണ്ട്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റുബുൽ ഖാലി എന്ന മരുഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒമാനിൽ നിന്നും സൗദിയിലേക്ക് പോകുന്ന ഈ അടുത്ത കാലത്തായി ആരംഭിച്ച ഗതാഗതം റുബുൽ ഖാലി വഴിയാണ്. നേരത്തെ അത് UAE-യിലൂടെ റുവൈഫാത്ത് ബത്തഹയിലേക്ക് പ്രവേശിക്കുന്ന റോഡായിരുന്നെങ്കിൽ ഒമാൻ സൗദി ഗവൺമെൻറ്റുകൾ സ്ഥാപിച്ച റുബുൽ ഖാലി എന്ന മരുഭൂമിയിലൂടെയാണ് ഇപ്പോൾ യാത്രക്കാർ സൗദിയിലേക്ക് പ്രവേശിക്കുന്നത്. റുബുൽ ഖാലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. എംറ്റി ക്വാർട്ടർ എന്ന് പറയുന്നത് വളരെ ശൂന്യമായൊരു മരുഭൂമി എന്ന അർത്ഥത്തിലാണ്. ജീവജാലങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇല്ലാത്ത, ജനവാസം തീരെ ഇല്ലാത്ത, അല്ലെങ്കിൽ ജനങ്ങൾ യാത്ര പോകാൻ പോലും തിരഞ്ഞെടുത്തിട്ടില്ലാത്ത ഒരു മരുഭൂമിയാണ് റുബുൽ ഖാലി. ഇസ്ലാമിക ചരിത്രത്തിൽ ദഹന എന്ന് ഈ മരുഭൂമിക്ക് പേര് പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അലാഉൽ ഹളറമിയുടെ നേതൃത്വത്തിൽ ഒരു പടയോട്ടം, സൈനിക പടയോട്ടം ഈ മരുഭൂമിയിലൂടെ ഉണ്ടായിട്ടുണ്ട്. ദുർഘടമായ ഒരു പാതയാണ് റുബുൽ ഖാലിയിലൂടെയുള്ള യാത്രയിൽ നേരിടേണ്ടി വരുന്നത്. അതിശക്തമായ കൊടുങ്കാറ്റാണെങ്കിലും നേർത്ത മന്ദമരുതനാണെങ്കിലും മരുഭൂമിക്ക് അതൊരു അനുഭവമാണ്, അഥവാ മരുഭൂമിയിൽ അത് ചില ചലനങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോൾ വളരെ വിശാലമായ സൗകര്യത്തോടു കൂടി റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും റുബുൽ ഖാലിയിൽ കാറ്റ് വീശുമ്പോൾ റോഡുകൾ കാണാത്ത വിധം മണൽക്കാറ്റ് ആയി തീരുകയും ആ മണൽ റോഡുകളിലേക്ക് ഇറങ്ങി ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്നുണ്ട്. തന്നെയുമല്ല, മരുഭൂമിയുടെ വളരെ ഭംഗിയുള്ള മനോഹരമായ ദൃശ്യചാരുതയോട് കൂടിയുള്ള ഒരു പ്രകൃതി സൗന്ദര്യം കൂടി ഈ കാറ്റിനോടനുബന്ധിച്ച് മരുഭൂമിയിൽ രൂപപ്പെടുന്നത് കാണാൻ കഴിയും. പെട്ടെന്ന് രൂപപ്പെടുന്ന മണൽക്കൂനകൾ ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞതുപോലെ മനോഹരമായ ദൃശ്യചാരുതയോടുകൂടി കാണുന്ന മണൽക്കൂനകൾ നോക്കി നിൽക്കാൻ എന്തൊരു ഭംഗിയാണ്. ദുർഘടമേറിയ യാത്രയാണെങ്കിലും ഈ ഒരു കാഴ്ച, മരുഭൂമിയിലൂടെയുള്ള ഈ യാത്ര, റുബുൽ ഖാലിയിലൂടെയുള്ള ഈ യാത്ര ആനന്ദം പകരാറുണ്ട്. 700-800 കിലോമീറ്ററോളം ദൂരെ ബത്തഹ വരെ നീണ്ടുകിടക്കുന്ന ഈ മരുഭൂമി 4 ഗൾഫ് രാജ്യങ്ങൾ ടച്ച് ചെയ്തുകൊണ്ടാണ്. ഒമാൻ, UAE, സൗദി അറേബ്യ, യമൻ എന്നീ 4 രാജ്യങ്ങൾ തൊട്ടുകിടക്കുന്ന മരുഭൂമിയാണ് റുബുൽ ഖാലി. ഏറ്റവും വലിയ മരുഭൂമി എന്ന് സഹാറ മരുഭൂമിയെ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഇതിൻ്റെ വിശാലതയിലും നിഗൂഢതയിലും ഇതിൻ്റെ പരപ്പിലും എല്ലാം റുബുൽ ഖാലി ഏറ്റവും വലിയ മരുഭൂമിയായിട്ടും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നാൾവഴികൾ പരിശോധിക്കുമ്പോൾ, ചരിത്രത്തിൻ്റെ നാൾവഴികളിലൂടെ നമ്മളൊന്ന് നടക്കുമ്പോൾ, ഒരു പരിശോധന നടത്തുമ്പോൾ നമുക്ക് ധാരാളം അത്ഭുതങ്ങൾ ഈ മരുഭൂമിയിൽ ഉണ്ടായതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എത്രയോ ആളുകളെ നഷ്ടപ്പെട്ടു പോയി, കാണാതായിപ്പോയി. അതുപോലെയുള്ള ഓരോ അപകടങ്ങൾ നിറഞ്ഞ സംഭവ ചരിത്രങ്ങളൊക്കെ ഈ മരുഭൂമിയിൽ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. അലാഉദ്ദീനുൽ ഹളറമിയുടെ ധീരോദാത്തമായ ഒരു ചരിത്രകഥ റുബുൽ ഖാലിയിൽ അരങ്ങേറിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അലാഉദ്ദീൻ ഉൽ ഹളറമിയുടെ സൈനിക പടയോട്ടം റുബുൽ ഖാലിയിലൂടെ നടക്കുന്നത്. രാത്രിയുടെ കൂരിരുട്ടിൽ, മരുഭൂമിയുടെ മടിത്തട്ടിൽ ഒറ്റപ്പെട്ട് ഇനി എങ്ങോട്ട് പോകണമെന്നുള്ള ദിശയറിയാതെ നിൽക്കുമ്പോൾ പ്രഭാതമാകുമ്പോൾ നമുക്ക് യാത്ര തുടരാം, രാത്രിയാണ്, കൂരിരുട്ടാണ്, വഴിയറിയുന്നില്ല, ലക്ഷ്യമറിയുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിശ്രമിക്കാൻ വേണ്ടി ഈ മരുഭൂമിയിൽ എവിടെയോ ഇറങ്ങുകയാണ്. അവർ വിശ്രമിച്ചു. അവരെഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ ഒട്ടകങ്ങൾ കാണാനില്ല. ആ ഒട്ടകപ്പുറത്താണ് അവരുടെ സർവ്വ
സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും എല്ലാം ഉണ്ടായിരുന്നത്. ആ ഒട്ടകം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒട്ടകക്കൂട്ടങ്ങൾ ഒന്നിച്ചു പോയിട്ടുണ്ട്. തന്നെയുമല്ല, അവർക്ക് പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യാൻ അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ല. അതും ആ ഒട്ടകപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്ത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചു അലാഉദ്ദീനുൽ ഹദറമി സഹാബത്തിന് ധൈര്യം പകർന്നു. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയുടെ ഫലമായി തൊട്ടരികത്ത് ഒരു തടാകം പോലെ, മരുഭൂമിയിലെ മരീചിക പോലെ അവർക്ക് ദൂരെ നിന്ന് കാണാൻ കഴിഞ്ഞു. ആ കണ്ട സ്ഥലത്തേക്ക് സഹാബികൾ അലാഉദ്ദീനുൽ ഹദറമിയുടെ നിർദ്ദേശമനുസരിച്ച് പോകുന്നു. അവിടെ അത് യഥാർത്ഥത്തിൽ അതൊരു മരീചിക ആയിരുന്നില്ല, അത് വെള്ളക്കെട്ട് തന്നെയായിരുന്നു. മരുഭൂമിയിൽ നിന്ന് കിട്ടിയ ഈ വെള്ളം ഒരത്ഭുത സംഭവമായി കാണാം. അവർ വേണ്ടുവോളം കുടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു. ഉടനെ തന്നെ മരുഭൂമിയുടെ ദൂര ദിക്കിൽ നിന്ന് ഒരു കറുപ്പ് വരുന്നത് കാണാൻ കഴിയുന്നു. എന്തോ ഒരു കറുത്ത രൂപം വരുന്നതായിട്ട് മാത്രമേ അവർക്ക് മനസ്സിലായിട്ടുള്ളൂ. അതടുത്തു വരുംതോറും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നഷ്ടപ്പെട്ടു പോയ ഒട്ടകക്കൂട്ടങ്ങൾ തിരിച്ചു വരികയാണെന്ന്. അങ്ങനെ അവരവിടെത്തെത്തിയപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒട്ടകങ്ങളെല്ലാം അവരുടെ മുമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഒട്ടകപ്പുറത്ത് അവരുടെ വെള്ളവും അവരുടെ ഭക്ഷ്യവസ്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു. നോക്കൂ, ഈ മരുഭൂമിയിൽ വെച്ച് അലാഉദ്ദീനുൽ ഹദറമി എന്ന സഹാബിയുടെ വലിയൊരു കറാമത്ത് പ്രകടമാവുകയാണ് ചെയ്യുന്നത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ റോഡിലൂടെയുള്ള യാത്ര ഒരല്പം കൂടി പ്രയാസകരമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് കംപ്ലീറ്റ്ലി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. കാരണം ഹെവി വെഹിക്കിൾസ് പോകുന്നതും, രണ്ടാമത് മൺകൂനയുടെ മേലെയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം റോഡ് പെട്ടെന്ന് ഡാമേജ് ആവുന്നത്. ഒരുപാട് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ യാത്ര പോകുന്നതിൻ്റെ ഒരു ആഴ്ച മുമ്പ് സൗദിയിലേക്ക് ഉംറ ചെയ്യാൻ പുറപ്പെട്ട മസ്കത്തിൽ നിന്നുള്ള ഒരു ഫാമിലി അപകടത്തിൽപ്പെടുകയും 2 കുട്ടികളും ഒരു ഉമ്മയും മരിക്കുകയുണ്ടായി. അപ്പം അത്തരം അപകടങ്ങൾ ഒരുപാട് സംഭവിക്കുന്നൊരു ഏരിയയാണിത്. ഈ റൂട്ടിലൂടെയുള്ള യാത്രക്കിടയിൽ നമുക്ക് ആകെ വരുന്നൊരു ആശ്വാസം ഇതുപോലുള്ള പെട്രോൾ പമ്പുകളാണ്. ഈ പെട്രോൾ പമ്പിൽ കയറി കഴിഞ്ഞാൽ നല്ല അതിവിശാലമായ വാഷ്റൂംസ്, നിസ്കരിക്കാനുള്ള സ്ഥലം, പിന്നെ ഒരു 1-2 റെസ്റ്റോറൻറ്റ് കാണും. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്കറ്റ് ഏരിയയിൽ കാണുന്ന പോലെ അത്രയും വൃത്തിയും വെടിപ്പൊന്നും ഉണ്ടാവില്ല. ഉള്ള ഫുഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. കൂടുതലും ഞാൻ കണ്ടെടുത്തോളം പാകിസ്ഥാനി റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. നീറ്റ്നെസ്സൊക്കെ വളരെ കുറവാണ്. ഒരല്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ ഈ യാത്രയിൽ. ഇവിടെ ഇറാമിൻ്റെ തുണികളൊക്കെ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ സെയിൽ അവർ വെച്ചിട്ടുണ്ട്. വളരെ വില കുറവാണ്, പക്ഷേ ആ ക്വാളിറ്റി അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ സിം കാർഡ് എടുക്കുന്ന പരിപാടി, ഇവിടെയൊക്കെ സിം എടുക്കാൻ പറ്റും നമുക്ക് സൗദിയുടെ. പക്ഷേ പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ എന്തോ ആവാം, അവർ നല്ല ചാർജ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ സിം എടുക്കുമ്പോൾ. നമ്മളൊക്കെ ഇവിടെ നിന്ന് സിം എടുത്ത് കുറച്ച് പേർ അവിടെ എത്തിയിട്ടാണ് എടുത്തത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ റിയാദിലെത്തി. നേരം വെളുത്തപ്പോഴേക്കും റിയാദിലെത്തി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 24 മണിക്കൂർ, ഒരു ഫുൾ ഡേ ആയി നമ്മൾ ബസ്സിലാണ് യാത്ര. ആകെ ഇടയിൽ എവിടെയെങ്കിലും പെട്രോൾ പമ്പ് വരുമ്പോഴാണ് ഒന്ന് നിർത്തുന്നതും ഒന്ന് റീഫ്രഷ് ആവുന്നതൊക്കെ. റിയാദിൽ നിന്നും ഏകദേശം ഒരു 970,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇനിയും ഓടാനുണ്ട് മെക്കയിലേക്ക്.
റിയാദിലെത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ പെട്രോൾ പമ്പാണ്. അത് കിട്ടിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. കുറച്ചും കൂടി കഫേസ് കാര്യങ്ങൾ, നല്ല ഫുഡ് അവൈലബിലിറ്റി ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് നീറ്റ്നെസ് കാണാനുണ്ട്. കൂട്ടത്തിൽ മോശമില്ലാത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി ചിക്കൻ മന്തി ഓർഡർ ചെയ്തു. നമ്മളെല്ലാവരും ഇരുന്ന് കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് ബസ്സിൽ കയറിയിരിക്കാൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ഇവിടെ നമ്മളുടെ മുഹമ്മദ് അലി ഫൈസിയും യാത്രയിൽ എനിക്ക് കിട്ടിയ ഒരു നല്ല സുഹൃത്ത് ഹാരിസും ഇരുന്ന് കഥകൾ പറയുകയാണ്. മുഹമ്മദ് അലി ഫൈസിയുടെ ദുആയോടുകൂടി യാത്ര നമ്മൾ വീണ്ടും ആരംഭിച്ചു. നാം ഇപ്പോൾ യാത്ര ചെയ്യുന്നത് തായിഫിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ വലിയ ഇടം നേടിയ ഒരു സ്ഥലമാണ് ത്വായിഫ്. മക്കയിൽ നിന്ന് ഖുറൈശികളുടെ പീഡനങ്ങളും താടനങ്ങളും ഏറ്റുവാങ്ങി പ്രയാസപ്പെടുമ്പോൾ ഒരാശ്വാസമെന്നോണം തായിഫിലേക്കെത്തിയ, ബന്ധക്കാരും കുടുംബക്കാരുമുള്ള തായിഫിലെത്തിയാൽ അഭയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് റസൂലുള്ളാഹി തങ്ങൾ തായിഫിലേക്ക് വരികയായിരുന്നു. പക്ഷേ സ്വന്തക്കാരും കുടുംബക്കാരും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈയൊഴിഞ്ഞു എന്ന് മാത്രമല്ല, നബി തങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഭ്രാന്തനെന്ന് വിളിക്കുകയും കുട്ടികളെ കൊണ്ട് കൂക്കി വിളിപ്പിക്കുകയും കല്ലെറിയുകയും ചെയ്ത ചരിത്രമുണ്ട്. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ വേദനിപ്പിച്ച ഒരു നാടുകൂടിയാണ് ത്വായിഫ് എന്ന് പറയുന്നത്. തന്നെയുമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ഹുനൈൻ യുദ്ധം, ആ യുദ്ധം ഈ ത്വായിഫിൻ്റെ അടുത്ത പ്രദേശമാണ് ഹുനൈൻ എന്ന് പറയുന്നത്. ഹലീമ ബീവിയുടെ നാട്, ഹലീമ ബീവിയുടെ വീടും കുടുംബമൊക്കെ തായിഫിലാണെന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ്. സെയ്ലുൽ കബീർ, പഴയ പേര് കർണുൽ മനാസിൽ എന്ന സ്ഥലത്താണ് ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് നമുക്ക് ഉംറക്ക് ഇഹ്റാം ചെയ്യേണ്ടത്. ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ച് മക്കയിലേക്ക് പോകുന്നവർ ഇഹ്റാം ചെയ്യാതെ മീഖാത്ത് വിട്ടുകടക്കാൻ പാടുള്ളതല്ല. മീഖാത്ത് വിട്ടുകടന്നാൽ തിരിച്ചു വന്ന് മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുകയോ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട പ്രായശ്ചിത്തം നൽകുകയോ ചെയ്യേണ്ടതുണ്ട്. മക്കയുടെ ചുറ്റുഭാഗത്തും വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നിശ്ചയിക്കപ്പെട്ട മീഖാത്തുകളുണ്ട്, അഥവാ ഇഹ്റാം ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ മദീനയിൽ നിന്ന് വരുന്നവർ അബിയാർ അലി ദുൽഹുലൈഫ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ഇഹ്റാം ചെയ്യണം. ഷാം ഭാഗത്ത് നിന്ന് വരുന്നവർ ജുഹഫയിൽ വെച്ച് ഇഹ്റാം ചെയ്യണം. ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും വരുന്നവർക്ക് നിശ്ചയിക്കപ്പെട്ട ഇഹ്റാം ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അതിനാണ് മീഖാത്ത് എന്ന് പറയുക. മീഖാത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇഹ്റാം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തണം. ആദ്യം ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളിക്കുക. ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളിക്കുന്നതിൻ്റെ മുമ്പ് നഖം വെട്ടുക, നീക്കേണ്ടതായ രോമങ്ങൾ നീക്കുക. ശേഷം ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളിക്കുക. പിന്നീട് പള്ളിയിൽ കയറി, മസ്ജിദുൽ മീഖാത്ത് എന്ന് പറയുന്ന പള്ളിയുണ്ട് സെയ്ലുൽ കബീറിൽ, വിശാലമായ പള്ളിയാണ്. ആ പള്ളിയിൽ കയറി ഇഹ്റാമിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 2 റക്അത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം പൂർത്തിയാക്കുന്നു. ശേഷം നാം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ചെയ്യുക എന്നാണ് അർത്ഥം. ഉംറക്കുള്ള ഇഹ്റാം, ഉംറക്കുള്ള നിയ്യത്താണ്. നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല എന്ന നിയ്യത്തോടു കൂടിയാണ്, അഥവാ അല്ലാഹു തആലാക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി, അതിനുവേണ്ടി ഇഹ്റാം ചെയ്യുകയും ചെയ്തു എന്ന് നിയ്യത്തോടു കൂടിയാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ വെച്ച് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇഹ്റാം എന്നതിൻ്റെ മറ്റൊരർത്ഥം ഹറാമാക്കുക എന്നുകൂടിയാണ്. ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് അനുവദനീയമായിരുന്ന പല കാര്യങ്ങളും ഇഹ്റാമോടുകൂടി അനുവദനീയമല്ലാതായി തീരുകയാണ്. പുരുഷന്മാർ ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കലും തലമറക്കലും കാലിൻ്റെ വിരലുകൾ മറയുന്ന തരത്തിലുള്ള ചെരുപ്പ് ധരിക്കലും പാടില്ലാത്ത സംഗതിയാണ്, ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഇഹ്റാമിലായിക്കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും സുഗന്ധം ഉപയോഗിക്കുക, തലയിലും താടിയിലും എണ്ണ ഉപയോഗിക്കുക,
ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും നിഷിദ്ധമാണ്. ഉംറയുടെ അമലുകളെല്ലാം പൂർത്തീകരിച്ച് തഹല്ലുലാകുമ്പോൾ ആയതിനു ശേഷം മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പിന്നീട് അനുവദനീയമാകുന്നുള്ളൂ. ഇഹ്റാം ചെയ്യേണ്ടത് ഈ മസ്ജിദുൽ മീഖാത്ത് എന്ന് പറഞ്ഞ ഈ വിശാലമായ പള്ളിയുടെ പരിസരത്ത് അതിനുള്ള സൗകര്യങ്ങളുണ്ട്, വിശാലമായ ബാത്റൂം സൗകര്യങ്ങളുണ്ട്. ഇവിടെ വെച്ച് ഇഹ്റാം ചെയ്ത ശേഷം മാത്രമേ മക്കയിലേക്ക് പോകാൻ പാടുള്ളൂ. ഇഹ്റാമിൻ്റെ വസ്ത്രം പുരുഷന്മാർക്ക് ഉടുക്കുന്ന ഒരു തുണിയും ശരീരം മറയ്ക്കുന്ന പുതക്കാനുള്ള ഒരു തുണിയും മാത്രമാണ്. ഈ 2 തുണി മാത്രമാണ് പുരുഷന്മാർക്ക് ഇഹ്റാമിൻ്റെ വേഷം. മറ്റൊന്നും അനുവദനീയമല്ല, വസ്ത്രമായിട്ടുള്ളതൊന്നും അനുവദനീയമല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ പോലെ നിസ്കാരത്തിലൊക്കെ അവർ സ്വീകരിക്കുന്ന വസ്ത്രം മുഖവും മുൻകൈയും അല്ലാത്ത ശരീരഭാഗങ്ങൾ മറയുന്ന സാദാ വസ്ത്രമാണ് സ്ത്രീകളുടെ ഇഹ്റാമിൻ്റെയും വേഷം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം ഇതാ മക്കത്തുൽ മുക്കറമയിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമായ ഖുർആൻ ഇറങ്ങിയ നാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച നാട്, സ്വർഗീയ ശിലയായ ഹജറുൽ അസ്വദിൻ്റെ നാട്, മഖാം ഇബ്രാഹീമിൻ്റെ നാട്, ഒരിക്കലും നിലയ്ക്കാത്ത പ്രവാഹമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സംസം നിർദ്ധരിയുടെ നാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ എത്താൻ സൗഭാഗ്യം നൽകി. എത്രയോ കാലങ്ങളായി, വർഷങ്ങളായി മനസ്സിലിട്ട് താലോലിച്ചു കൊണ്ടിരുന്ന ഒരാഗ്രഹം ഇവിടെ പൂവണിയുകയാണ്. ഈ മണ്ണിൽ, പരിശുദ്ധമായ മണ്ണിൽ, സഹാബാക്കൾ നടന്നുപോയ മണ്ണിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ നാട്ടിൽ വന്ന് കാലുകുത്തി ഇവിടെ നടക്കാനും ഇവിടെ ദിവസങ്ങളാണെങ്കിൽ ചെലവഴിക്കാനും നമുക്ക് ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഭവം നമ്മിൽ വലിയ ചൈതന്യമുണ്ടാക്കി ഈമാനികാവേശമാക്കി മാറ്റി അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഭാഗ്യവശാൽ നമ്മളുടെ ഹോട്ടൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് മസ്ജിദുൽ ഹറമിന് തൊട്ടടുത്താണ്. നമുക്കൊരു 5 മിനിറ്റ് പോലും നടക്കാനില്ല. നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നു. നമ്മളുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ വെച്ചിട്ട് ഉംറ നിർവഹിക്കാനായിട്ട് ഇറങ്ങുകയാണ്. ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് നമ്മൾ എന്നും മനസ്സിൽ താലോലിച്ച് നടന്ന, നമ്മളുടെ സ്വപ്നമായി കണ്ടിരുന്ന മസ്ജിദുൽ ഹറമിലേക്ക് വരിക, അവിടെ ഒരു ഉംറ നിർവഹിക്കുക. പരിശുദ്ധ ഉംറ കർമ്മത്തിലേക്ക് നാം ഇഹ്റാമിന് ശേഷമുള്ള കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. 4 കാര്യങ്ങളാണ് ഉംറയിൽ. 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്, 4 മുടിയെടുക്കൽ. അതിൽ 1-ാമത്തെ കർമ്മമായ ഇഹ്റാം നിർവഹിച്ചു കഴിഞ്ഞു. നാം ഇതാ വളരെ പ്രധാനപ്പെട്ട കർമ്മമായ തവാഫിന് വേണ്ടി മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുകയാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന ഈ മക്കത്തുൽ മുക്കറമയിൽ മസ്ജിദുൽ ഹറമിൻ്റെ പരിസരത്ത് നാമും ഒരു ബിന്ദുവായി എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭവനമായി ആദ്യം പടുത്തുയർത്തിയത് ഈ മക്കത്തുൽ മുക്കറമയിലാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക. അല്ലാഹു തആല അനുഗ്രഹീത ഭവനമായി അവൻ്റെ ആദ്യ ഭവനം ഉയർത്തിയത് ഈ ബക്ക എന്ന് പറയുന്ന അഥവാ മക്കത്തുൽ മുക്കറമയിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലം അമലുകൾക്കുള്ള, നമ്മുടെ അമലുകൾക്കെല്ലാം ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലമുള്ള നാടാണ് മക്കയും അതിൻ്റെ പരിസരവും മസ്ജിദുൽ ഹറമും. അവിടെയാണ് നാം ഇതാ അള്ളാഹുവിൻ്റെ മുമ്പിൽ യാചിക്കാനായി, തവാഫ് നിർവഹിക്കാനായി പോവുകയാണ്. പരിശുദ്ധ ഹറം പള്ളിയിലേക്ക്, മസ്ജിദുൽ ഹറമിലേക്ക് നാം കാലെടുത്ത് വലത് കാല് വെച്ചുകൊണ്ട് അല്ലാഹു മഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന വചനത്തോടുകൂടി പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നാം മുന്നോട്ട് നടക്കുന്തോറും കഅബയോടടുത്തുകൊണ്ടിരിക്കുകയാണ്. കറുത്ത കില്ല പുതച്ച് ഗാംഭീര്യത്തോടുകൂടി നിൽക്കുന്ന ആ കഅബ ഭവനം നമ്മുടെ കൺമുമ്പിൽ തെളിയുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാ 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 എന്നെല്ലാം തഹ്ലീലും തക്ബീറും തസ്ബീഹും മുഴക്കിക്കൊണ്ട് നാം ആ കഅബ ഭവനത്തെ കണ്ണിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ്. കഅബ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഇബാദത്താണ്. കഅബ കാണുമ്പോഴുള്ള പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്നതുമാണ്. മഹത്തായ ഒരു മുഹൂർത്തത്തിൽ ഈ ദുനിയാവിൽ ലഭിക്കുന്ന നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. നമ്മുടെ മരണത്തിൻ്റെ മുമ്പ് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് നേടാൻ കഴിയുന്ന സൗഭാഗ്യങ്ങളിൽ ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം ഉണ്ട് എന്ന് പറയാൻ മറ്റൊന്നില്ല. പരിശുദ്ധ മസ്ജിദുൽ ഹറമിൽ കഅബ ഷരീഫിൻ്റെ ചാരത്ത് നാമും എത്തിച്ചേർന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. രണ്ടാമത്തെ ഘടകമായ തവാഫ് ആരംഭിക്കുകയാണ്. കഅബയുടെ ചുറ്റുഭാഗവുമുള്ള സ്ഥലം, ഇതിനാണ് മതാഫ് എന്ന് പറയുക. തവാഫ് ചെയ്യുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. തവാഫ് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദിൽ നിന്നാണ്. പുരുഷന്മാർ അവരുടെ മേൽമുണ്ട്, അവർ പുതച്ച മുണ്ട് വലത് കക്ഷത്തിൻ്റെ താഴ്ഭാഗത്തു കൂടി എടുത്ത് രണ്ടറ്റവും ഇടതു ചുമലിലേക്ക് ഇടുന്ന രീതി ഇൽത്തിബാഴ് എന്ന് പറയും. ഈ രീതിയിൽ തവാഫിൽ അവരുടെ മുണ്ട് ധരിക്കൽ പുരുഷന്മാർക്ക് സുന്നത്താണ്. ഹജറുൽ അസ്വദിൽ നിന്നാണ്. ഹജറുൽ അസ്വദിൻ്റെ നേരെ അഭിമുഖമായി നിന്ന് അതിനെ ചുംബിച്ചു ആണ് തവാഫ് ആരംഭിക്കേണ്ടത്. പക്ഷേ ജനത്തിരക്ക് കാരണം അതിനെ ചുംബിക്കാനോ അതിൻ്റെ അടുത്ത് പോയി അതിനെ സ്പർശിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് ഹജറുൽ അസ്വദിൻ്റെ ദിശ നിർണയിച്ചു തരുന്ന അടയാളം മസ്ജിദുൽ ഹറമിൻ്റെ ചുമരിൽ പച്ച ലൈറ്റോടുകൂടി കാണാൻ കഴിയും. അതിൻ്റെ നേരെ എത്തുമ്പോൾ ഹജറുൽ അസ്വദിൻ്റെ നേരെ നിന്ന് കൈ അതിൻ്റെ നേരെ ഇഷാറത്താക്കി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ കൈ ചുംബിക്കൽ സുന്നത്താണ്. അവിടെ നിന്ന് തന്നെ ശരീരം ഇടതുഭാഗത്താക്കിക്കൊണ്ടാണ് തവാഫ് ചെയ്യേണ്ടത്. തവാഫിലുടനീളം ശരീരം ഇടഭാഗത്തായിക്കൊണ്ട് തന്നെ വേണം. 7 ചുറ്റലാണ് ഒരു തവാഫ് എന്ന് പറയുന്നത്. ഇടയ്ക്ക് വെച്ച് എപ്പോഴോ ഇടതുഭാഗം തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ തവാഫിനിടയിൽ നിസ്കാരം വരികയോ ചെയ്താൽ എവിടെ നിന്നാണോ ആ ഇടതുഭാഗം തെറ്റിയത് അവിടെ നിന്ന് തന്നെ ആ തെറ്റു തിരുത്തി നമുക്ക് ആ തവാഫ് പൂർത്തീകരിക്കേണ്ടതാണ്. അത് സാധ്യമല്ലാത്ത പക്ഷം തിരിച്ചു വരാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് തിരുത്താനോ കഴിയുന്നില്ലെങ്കിൽ ആ ഒരു നടത്തം ഒഴിവാക്കി ഒരു എക്സ്ട്രാ നടത്തം കൂടി നടന്ന് 7 ചുറ്റൽ മുഴുവനും ഇടതുഭാഗം കഅബയിലേക്കാക്കിക്കൊണ്ട് തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി തിരിച്ച് ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് ആ നേരെ എത്തുമ്പോഴാണ് ഒരു ചുറ്റൽ പൂർത്തിയാകുന്നത്. ഇങ്ങനെ 7 ചുറ്റൽ ചുറ്റുമ്പോഴാണ് ഒരു തവാഫ്. ഒരു തവാഫിന് 7 ചുറ്റൽ നിർബന്ധമാണ്. ഇവിടെ ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങുന്നു. ഹജറുൽ അസ്വദ് കഴിഞ്ഞാൽ കഅബയുടെ വാതിലാണ്. കഅബയുടെ വാതിലിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലുള്ള സ്ഥലം മുൽത്തസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന സ്ഥലം എന്നാണ് അർത്ഥം. പിന്നീട് കഅബ ഷരീഫിൻ്റെ 4 മൂലകളിൽ റുക്നുൽ ഇറാഖ്, റുക്നുൽ ഷാം, റുക്നുൽ യമാനി എന്നിങ്ങനെ മറ്റ് 3 മൂലകൾ. റുക്നുൽ ഹജറുൽ അസ്വദിൻ്റെ മൂലയടക്കം 4 മൂലകൾ. റുക്നുൽ ഇറാഖിൻ്റെയും റുക്നുൽ ഷാമിൻ്റെയും ഇടയിലുള്ള ഒരു ഭാഗമുണ്ട്. ഹിജ്ർ ഇസ്മായിൽ എന്നാണ് അതിന് പറയുക. ഇസ്മായിൽ നബി അലൈഹിസ്സലാം തൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഓടിക്കളിച്ചിരുന്ന സ്ഥലം എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. ആ ഭാഗവും കഅബയിൽ പെട്ട സ്ഥലമാണ്. തവാഫ് ചെയ്യുമ്പോൾ ആ ഭാഗവും കവർ ചെയ്തുകൊണ്ടാണ് നടക്കേണ്ടത്. കഅബയുടെ പുറംവശത്തു കൂടിയായിരിക്കണം, പള്ളിയുടെ അകത്തുകൂടിയായിരിക്കണം എന്നതും തവാഫിൻ്റെ നിർബന്ധത്തിൽ പെട്ടതാണ്. ഇങ്ങനെ 7 ചുറ്റൽ പൂർത്തിയായാൽ ഒരു തവാഫ് കഴിഞ്ഞു. ഉംറയുടെ തവാഫ് അതോടുകൂടി അവസാനിച്ചു. ഈ തവാഫിൻ്റെ സുന്നത്തായിട്ട് ശേഷം മഖാമ് ഇബ്രാഹീമിൻ്റെ പിന്നിൽ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. മഖാമ് ഇബ്രാഹിം നിങ്ങൾ മുസല്ലയാക്കി നിസ്കരിക്കണം എന്നാണ്. തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടത് ഈ മഖാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ വെച്ചാണ്. അവിടെ സൗകര്യം കിട്ടുന്നില്ലെങ്കിൽ എവിടെയാണോ സൗകര്യം കിട്ടുന്നത് അവിടെ വെച്ച് ആ 2 റക്അത്ത് നിസ്കരിക്കേണ്ടതാണ്. പ്രബലമായ സുന്നത്താണ്. ചില മദ്ഹബുകളിൽ അത് നിർബന്ധമാണെന്ന് പോലും അഭിപ്രായപ്പെട്ടവരുമുണ്ട്. മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുമ്പോൾ
കയറി നിന്ന കല്ലാണ്. ആ കല്ല് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലടിപ്പാടുകളോട് കൂടി ഇന്നും അവിടെ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ടത് കാണാൻ കഴിയും. നമുക്കൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ മില്ലത്ത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്ന നമുക്കൊരു മാർഗദർശിയായിട്ടാണ് മഖാം ഇബ്രാഹിം ഇന്ന് മസ്ജിദുൽ ഹറമിൽ സ്ഥിതി ചെയ്യുന്നത്. ഉംറയുടെ അടുത്ത കർമ്മം സഅയ് നിർവഹിക്കലാണ്. സഫ മർവയ്ക്കിടയിൽ നടക്കുന്നതിനാണ് സഅയ് എന്ന് പറയുക. സഅയ് നിർവഹിക്കുന്നതിൻ്റെ മുമ്പ് തവാഫ് കഴിഞ്ഞ ഉടനെ 2 റക്അത്ത് നിസ്കാരവും നിർവഹിച്ച ശേഷം സംസം കുടിക്കൽ സുന്നത്തുണ്ട്. സംസം വളരെ പവിത്രമായ ഒരു ജലമാണ്. മാ ഉ സംസം ലിമാ ശുരിബ ലുഹു, എന്തിനു വേണ്ടിയാണോ സംസം കുടിച്ചത് അതിനുള്ളതാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. എന്തുദ്ദേശമാണോ ആ ഉദ്ദേശം സഫലീകരിക്കപ്പെടുമെന്നാണ്. ഇന്നഹ തആമു തുഅമിൻ വ ശിഫാഉ സഖമിൻ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണങ്ങളുടെ ഭക്ഷണമാണ്, രോഗത്തിൻ്റെ ശിഫയുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെയും തൻ്റെ ഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹായെയും മക്കയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഒന്നും അവിടെ പ്രതീക്ഷിക്കാനില്ലായിരുന്നു. ജനവാസമില്ലാത്ത ഊഷര മരുഭൂമിയിൽ പ്രതീക്ഷയറ്റു നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലിട്ടടിച്ചു കരയുന്ന ഇസ്മായിൽ എന്ന പിഞ്ചു കുഞ്ഞിന് അല്ലാഹു തആല നൽകിയ ജലമാണല്ലോ സംസം. ചരിത്രം നമുക്കറിയാവുന്നതുമാണ്. ആ സംസം ഇന്നും വളരെ അത്ഭുതത്തോടുകൂടി നിലനിൽക്കുന്നുണ്ട്. പല ഗവേഷകരും പല വിദേശ രാജ്യങ്ങളിലെ പണ്ഡിതരും ശാസ്ത്രജ്ഞരുമെല്ലാം ഈ സംസമിനെ പറ്റി പഠനം നടത്തിയിട്ടുണ്ട്. അവരൊക്കെയും അതിൻ്റെ അത്ഭുതങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. ഇന്നും ആ അത്ഭുതം ഒരു ചെറിയ കിണറിൽ വലിയ സംഭവമായി തന്നെ നിലനിൽക്കുകയാണ്. അതിൻ്റെ ശേഷം സംസം കുടിച്ചു നാം പോകുന്നത് സഅയ് നിർവഹിക്കാനാണ്. ഹാജർ റളിയല്ലാഹു അൻഹ മകൻ ഇസ്മായിലിനെ കിടത്തി ആ കരച്ചിൽ കാണാൻ കഴിയാതെ എവിടെയെങ്കിലും ജനങ്ങളുടെ ഒരു പ്രതീക്ഷ കിട്ടുമോ, ജനങ്ങളുടെ സഹായം കിട്ടാനുണ്ടോ എന്നുള്ള പ്രതീക്ഷയിൽ സഫ മലയുടെ മുകളിൽ കയറി നോക്കുകയാണ്. പ്രതീക്ഷയൊന്നുമില്ല, ആരെയും കാണാനില്ല. അവിടെ നിന്നിറങ്ങി മർവയിലേക്ക് പോവുകയാണ്. മർവ മലയുടെ മുകളിൽ കയറിയും ചുറ്റുഭാഗവും നോക്കുന്നു. ഏതെങ്കിലും കച്ചവട സംഘങ്ങൾ പോകുന്നത് കാണാനുണ്ടോ? പക്ഷികൾ വെള്ളത്തിൻ്റെ ലക്ഷണമുണ്ടെങ്കിൽ വട്ടമിട്ട് പറക്കുക സാധാരണയാണ്. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണാനുണ്ടോ എന്ന് അന്വേഷിച്ച് മർവയുടെ മുകളിലും നോക്കുന്നു. അവിടെയും കാണാതെ വീണ്ടും സഫയിലേക്ക് വരുന്നു. ഇങ്ങനെ സഫ മർവ മലകൾക്കിടയിൽ നടന്നതാണ് സഅയായിട്ട് ഇന്ന് നാം ചെയ്യുന്ന കർമ്മം. അതിനിടയിൽ മർവയിൽ വെച്ച് ആണ് ഹാജർ റളിയല്ലാഹു അൻഹ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ കാലിൽ കീഴിൽ നിന്ന് സംസം ഉറവെടുത്തത് കാണുന്നതും ഓടി വന്ന് ആ ജലത്തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പരന്നൊഴുകാൻ തുടങ്ങിയ ആ ജലധാരയോട് സംസം അടങ്ങൂ, നിൽക്കൂ എന്ന് ഹാജർ റളിയല്ലാഹു അൻഹ പറഞ്ഞതും അങ്ങനെയാണ് ആ വെള്ളത്തിന് സംസം എന്ന് പേര് വന്നത്. സഫയിൽ നിന്ന് മർവയിലേക്കും തിരിച്ച് സഫയിലേക്കും നടക്കുന്നു. ഇങ്ങനെ 7 പ്രാവശ്യം നടക്കുന്നതിനാണ് സഅയ് എന്ന് പറയുക. ഹാജർ റളിയല്ലാഹു അൻഹ നടന്നതിനനുസ്മരിച്ചുകൊണ്ട് സഫയിൽ നിന്ന് മർവയിലേക്ക് 1 വട്ടമായി, മർവയിൽ നിന്ന് തിരിച്ച് സഫയിലെത്തുമ്പോൾ 2ആയി. ഇങ്ങനെ സഫയിൽ നിന്ന് തുടങ്ങിയത് മർവയിൽ അവസാനിക്കുമ്പോൾ 7 വട്ടം പൂർത്തിയാകും. സഫയിൽ നിന്ന് മർവയിലേക്ക് നടക്കുമ്പോൾ മച്ചിൽ പച്ച ലൈറ്റ് കൊണ്ട് നീളത്തിൽ അടയാളപ്പെടുത്തിയത് കാണാൻ കഴിയും. അവിടെ എത്തുമ്പോൾ പുരുഷന്മാർ അല്പം സ്പീഡിൽ നടക്കൽ സുന്നത്താണ്. കാരണം അന്ന് ഹാജർ റളിയല്ലാഹു അൻഹ വെള്ളം അന്വേഷിച്ച് പോകുമ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് അടയാളപ്പെടുത്തിയ സ്ഥലത്ത് അല്പം സ്പീഡ് കൂട്ടിയിരുന്നു എന്നാണ്. മർവയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും അതേപോലെ തന്നെ നീളത്തിൽ അടയാളപ്പെടുത്തിയത് കാണാൻ കഴിയും. റബ്ബിഗ്ഫിർ വർഹം വഅഫു വതകറം വതജാവസ് അമ്മാ തഅലം ഇന്നക തഅലമു മാ ലാ നഅലം ഇന്നക അൻതല്ലാഹുൽ അസ്സുൽ അക്രം എന്ന ദിക്ർ ഉരുവിട്ടുകൊണ്ട് പുരുഷന്മാർ അവിടെ സ്പീഡിൽ നടക്കുന്നു. അത് സ്ത്രീകൾക്ക് സുന്നത്തില്ല. 7 പ്രാവശ്യം നടക്കുമ്പോൾ സഅയ് പൂർത്തിയായി. സഅയ് കഴിഞ്ഞാൽ ഇനി ചെയ്യാനുള്ളത് മുടിയെടുക്കലാണ്. പുരുഷന്മാർക്ക് കളയലാണ് ശ്രേഷ്ഠത. വെട്ടുകയാണെങ്കിൽ 3-ൽ കുറയാത്ത മുടി വെട്ടുക എന്നാണ്. 3 ഭാഗങ്ങളിൽ നിന്ന് വെട്ടിയാൽ മതിയാകും.
സാധാരണഗതിയിൽ ഒന്നിലധികം ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചവർ ആദ്യത്തെ ഉംറകളിൽ വെട്ടുകയും അവസാനത്തെ ഉംറയോടുകൂടി മുടി കളയുകയുമാണ് ചെയ്യുന്നത്. സ്ത്രീകൾ അവർ ഒരു വിരൽക്കൊടിയുടെ നീളത്തിൽ മുടി വെട്ടുകയാണ് വേണ്ടത്. അവർക്ക് കളയൽ സുന്നത്തുള്ളതല്ല, ശ്രേഷ്ഠതയുള്ളതും അല്ല. മുടിയെടുക്കുന്നതോടുകൂടി ഉംറയിൽ നിന്ന് ഒഴിവാകുന്നു, അഥവാ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നു. തഹല്ലുലാവുക എന്നാണ് അതിന് പറയുക. മുടിയെടുക്കുന്നതോടുകൂടി നേരത്തെ ഇഹ്റാമോടുകൂടി ഹറാമായിരുന്ന എല്ലാ കാര്യങ്ങളും അനുവദനീയമായി. ഇനി പുരുഷന്മാർക്ക് ഷർട്ട് ധരിക്കാം, സുഗന്ധം ഉപയോഗിക്കാം, തലമറക്കാം, ചെരുപ്പ് ഷൂവോ മറ്റോ സോക്സോ ഒക്കെ ധരിക്കാം, കുഴപ്പമില്ല, വിരോധമില്ല. എന്നാൽ മുടിയെടുക്കുന്നതിൻ്റെ മുമ്പ് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഉംറ ഇതോടുകൂടി അവസാനിച്ചു. ഒന്നിലധികം ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിർബന്ധമാണ്. മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മീഖാത്ത്, ഇഹ്റാം ചെയ്യാനുള്ള മീഖാത്ത് ഹറമിൻ്റെ പുറത്ത് പോവുക എന്നതാണ്. ഹറമിൻ്റെ പരിധിയായി മക്കയുടെ ചുറ്റുഭാഗത്തും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത ദൂര അളവുകളിലാണ് ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങൾ. അതിലേറ്റവും അടുത്ത സ്ഥലം, മക്കയോടടുത്ത സ്ഥലം, ഹറമിൻ്റെ പുറത്തുള്ള ഭാഗം തൻഈം എന്ന് പറയുന്ന സ്ഥലമാണ്. തൻഈമിൽ പോയി ഇഹ്റാം ചെയ്ത് മക്കയിൽ വന്ന് തവാഫും സഴിയും ചെയ്ത് മുടിയെടുക്കുക. ഇങ്ങനെ ഉംറകൾ എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാവുന്നതാണ്. ഏത് ഉംറക്കും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അനിവാര്യമായ നിർബന്ധമായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും എല്ലാം ബാധകമാണ്. ഇഹ്റാമിൻ്റെ മുന്നോടിയായി നഖം വെട്ടുക, മുടി നീക്കുക, ഇഹ്റാമിൻ്റെ കുളി കുളിക്കുക, ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കരിക്കുക എന്നീ കാര്യങ്ങളൊക്കെയും എല്ലാ ഉംറക്കും സുന്നത്താണ്. അതിനൊക്കെ സൗകര്യം തൻഈമിലെ മസ്ജിദുൽ ആയിഷ എന്ന് പറയുന്ന പള്ളിയിലും അതിൻ്റെ പരിസരത്തും ഉണ്ട്. ആയിഷ ബീവി ഇഹ്റാം ചെയ്തിരുന്ന സ്ഥലമായതുകൊണ്ടാണ് തൻഈമിലെ പള്ളി മസ്ജിദ് ആയിഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹറമിൻ്റെ പുറത്തുപോയി ചെയ്യുന്ന ഇഹ്റാമിൽ ഏറ്റവും അടുത്ത സ്ഥലമാണ് മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന സ്ഥലം. ഇതേപോലെ തന്നെ ജെറാന, ഹുദൈബിയ എന്നീ സ്ഥലങ്ങളിലും പോയി ഇഹ്റാം ചെയ്തു വരാറുണ്ട്. അങ്ങനെ നമ്മുടെ ഉംറയുടെ യാത്രാ വിവരണങ്ങൾ അടങ്ങിയ ആദ്യത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇതിന് ശേഷം ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. അത് നമ്മളുടെ ഉംറ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ കുറച്ച് യാത്രകളും പിന്നെ മദീനയിലേക്കുള്ള യാത്രയും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾ തുടർച്ചയായി കാണണം. കുറച്ച് വീഡിയോസും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അത്തരം വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഉംറയുടെ എല്ലാ വിവരണങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മുടെ അമീർ മുഹമ്മദ് അലി ഫൈസി വിവരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ see you.